കൊല്ലം കൊട്ടിയം നെടുമ്പനയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ കഴുത്തറുത്ത ശേഷം ജീവനോടെ കുഴിച്ചുമൂടിയ സംഭവം കഴിഞ്ഞ ദിവസമാണ് പുറം ലോകമറിഞ്ഞത്. ഇയാളുടെ സുഹൃത്തുക്കളായ 2 പശ്ചിമ ബംഗാൾ സ്വദേശികളെ കണ്ണനല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പശ്ചിമ ബംഗാൾ കുച്ച്ബിഹാർ സ്വദേശി അൽത്താഫ് മിയയാണ് കൊല്ലപ്പെട്ടത്. പശ്ചിമ ബംഗാൾ ജയ്പാൽഗുഡി സ്വദേശികളായ ബികാസ് സെൻ, അൻവർ മുഹമ്മദ് എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലായത്. അൽത്താഫ് മിയയുടെ മൃതദേഹം രാത്രി 10:10 പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു. മുട്ടയ്ക്കാവിലുള്ള കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളിയാണ് അൽത്താഫ് മിയ. ചീട്ടുകളിയിൽ മിടുക്കനായ ഇയാളുടെ കൈവശം ധാരാളം പണം ഉണ്ടായിരുന്നതായും അത് കൈക്കലാക്കാനാണ് കൊലപാതകം നടത്തിയതെന്നുമാണ് ഇരുവരും പോലീസിനോട് പറഞ്ഞത്. ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് കഴുത്തറുത്ത ശേഷം താമസിക്കുന്നതിന് സമീപത്തുള്ള ആളൊഴിഞ്ഞ ചതുപ്പിൽ താഴ്ത്തിയതായാണ് ഇവർ പോലീസിന് മൊഴി നൽകിയത്. കഴിഞ്ഞ 17-നാണ് അൽത്താഫ് മിയയെ താമസ സ്ഥലത്ത് നിന്ന് കാണാതായത്. പോലീസ് അൽത്താഫ് മിയയുടെ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കസ്റ്റഡിയിലുള്ള ബികാസ് സെന്നിന്റെയും അൻവറിന്റെയും ഫോണുകളിൽ നിന്നാണ് അവസാന കോളുകൾ ലഭിച്ചത് എന്ന് കണ്ടെത്തിയിരുന്നു. ഇരുവരെയും ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തി വിട്ടയക്കുകയാണ് ആദ്യമുണ്ടായത്. കുറ്റം തെളിയിക്കാതിരിക്കാൻ തന്നെയും കൊലപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന തോന്നലിലാണ് പൊറോട്ട മേക്കറായ ബികാസ് സെൻ മലയാളി സുഹൃത്തിനോട് വിവരം പറഞ്ഞത്. ഇയാളാണ് സംഭവം പോലീസിൽ അറിയിച്ചത്. പിന്നാലെ മുട്ടയ്ക്കാവിലെ ഹോളോബ്രിക്സ് കമ്പനിയിലെ ലോഡിംഗ് തൊഴിലാളിയായ അൻവർ മുഹമ്മദിനെ പിടികൂടുകയായിരുന്നു. അൽത്താഫ് മിയയുടെ മൃതദേഹം രാത്രി പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു. പ്രതികൾ പോലീസിനോട് വെളിപ്പെടുത്തിയ സ്ഥലത്ത് നിന്ന് തന്നെയാണ് മൃതദേഹം കണ്ടെടുത്തത്. 2 അടിയോളം താഴ്ചയിലായിരുന്നു കുഴിച്ചിട്ടിരുന്നത്. 4 ദിവസങ്ങളോളം പഴക്കമുള്ള മൃതദേഹം ജീർണിച്ച അവസ്ഥയിലുമായിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റുകയായിരുന്നു.